താങ്കളെ പോലെ ഒരുപാട് ആളുകൾക്ക് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവർക്ക് പറയേണ്ടത്, നമ്മൾ എൻ്റെ അടുത്ത് വരണമെന്നില്ല, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ കാണും, എല്ലാം എന്നെ പോലെ മനസ്സായിരിക്കണമെന്ന് വേണ്ട. പക്ഷെ നമ്മൾ തന്നെ സ്വയമായിട്ട് ആൾക്ക് അടിമകളില്ലാതെ നമ്മൾ മുമ്പോട്ട് പോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇവിടെ ഒരു ആയിരക്കണക്കിന് ബിസിനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപ പറ്റണമെങ്കിൽ 50,000 രൂപയ്ക്ക് ചെറിയ ബിസിനസ് തുടങ്ങും. അപ്പോൾ അതിൽ ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഒരിക്കലും വിട്ടുപോയത്, അത് 50,000 ചിലപ്പോൾ 1 ലക്ഷം രൂപ നഷ്ടപ്പെടുമായിരിക്കും. അത് നമ്മൾ നോക്കരുത്. നമ്മൾ ആ 1 ലക്ഷം രൂപ നമുക്ക് എന്ന് കിട്ടണോ അതുവരെയ്ക്ക് അവിടെ തന്നെ കുത്തിയിരുന്നോ. 10 പേര് വരും, ചായ കട തുടങ്ങണ 10 പേര് 10 രീതി വരും. ചിലപ്പം പാവപ്പെട്ടവന് വരും, പൈസ ഉള്ളവന് വരും. 10 പേര് 10 കാര്യങ്ങൾ സംസാരിക്കും. അവിടെ അവൻ്റെ മൈൻഡ് അവിടെ നോക്കാം. അവൻ്റെ ചായ കട അല്ല അവൻ്റെ പ്രധാനം. അവന് വരുന്ന ആൾക്കാർ അവിടെ സംസാരത്തെ പറയുന്ന വാക്കിൽ 10 പേര് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരാളുടെ വാക്ക് നമ്മൾ ചിലപ്പോൾ മുകളിലോട്ട് കൊണ്ടുപോകും. അതാണ് നമുക്ക് ആ മോട്ടിവേഷനാണ് നമുക്ക്. മാക്സിമം ഈ ലോകത്തുള്ള കഥയൊക്കെ സംസാരിക്കുന്ന ചായ കടയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറ്റി പിടിച്ച് പോകണം, മനസ്സിലായില്ലേ? അത് തന്നെ നമ്മൾ, അല്ലാതെ ഈ ജോലി കിട്ടും എന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്ക് ഒന്നും നമ്മൾ ഇതായിട്ടില്ല. ഞാനെങ്ങനെ ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ്, ഇപ്പം എനിക്ക് ഒരുപാട് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ആൾക്കാരും മാക്സിമം തൊട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണോ നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടാൻ പറ്റും. അതിൽ അവരെ കളിവ് അനുസരിച്ച് അവർ വളർന്നു വരാം. അത്ര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ താങ്കളുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാർ കളക്ഷൻസ് ഒക്കെ കാണാം. താങ്കളുടെ ഏറ്റവും ഫേവറേറ്റ് കാർ? ഇപ്പോൾ ടോട്ടലായിട്ട് 16 വണ്ടിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് എപ്പോഴും ഞാൻ പോണത് എൻ്റെ വണ്ടി 100ന്റെ മുകളിൽ എനിക്കെത്തുള്ളൂ. മുകളിൽ സെൽഫായിട്ട് ഓടിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം. ബിസിനസ്സൊക്കെ പോകുമ്പോൾ മാത്രം തന്നെ ഡ്രൈവർ കാര്യങ്ങൾ വെച്ച് അത് അടുത്തവിടെ ബാക്കിയുള്ള ഫ്ലൈറ്റിൽ പോകും. അപ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഇവിടേക്ക് കാറിൽ മാക്സിമം ഞാനാണ് ഓടിക്കുന്നത്. നൈറ്റ് ടൈം മാത്രം തന്നെ ചിലപ്പോൾ അതിനായിരിക്കും. ബാക്കിയുള്ള ടൈമൊക്കെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന വാക്കാണ്. എനിക്ക് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആയാലും എന്തായാലും ചെയ്യുന്നത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കണം. അതിന് ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കും, എനിക്ക് നാളെ രാവിലെ ഞാൻ ഇവിടെ ഇരിക്കും വെച്ച്. അപ്പോൾ എനിക്കത് എങ്ങനെ ആയാലും ആ ടൈമിൽ എനിക്ക് എത്തണം. അതാണ് എൻ്റെ ഒരു ഇത്. അതിന് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചിട്ടില്ല, ചിലപ്പോൾ എന്തും ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ ഈ പറയുന്ന വാക്കിന് നല്ലൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ആ വാക്ക് നമ്മൾ കറക്റ്റ് പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാര്യത്തിലും പാലിക്കാൻ പറ്റും. നമ്മൾ പിന്നെ എല്ലാം കിട്ടിയതുപോലെയാണ്. അത് യാതൊരു കാര്യമായിരിക്കട്ടെ, ചെറിയ കാര്യമോ വലിയ കാര്യമോ എന്നല്ല. ആൾക്കാരെ നോക്കി ഒരിക്കലും നമ്മൾ ഇടപെടരുത്. അവൻ ചെറിയവയോ വലിയവ എന്നുള്ള രീതിയിൽ നമുക്ക് ഇരിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും എല്ലായിടത്തും നോർമലായിട്ടിരിക്കുക. മനുഷ്യന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. നമ്മൾ ഇവൻ വലിയവൻ നോക്കിയിട്ട് ഇവൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തരത്തിൻ്റെ അവൻ്റെ കാര്യം നിന്ന് തൂക്കിയായിട്ട് പോയിട്ടായിരിക്കും. മനസ്സിലായില്ലേ? ലാസ്റ്റ് നമുക്ക് ഈ റോഡിൽ നിൽക്കണമെന്ന് തന്നെ നമുക്ക് ആവശ്യമില്ല. ഈ വലിയ VIP ഒക്കെ എനിക്കറിയാം, പൊളിറ്റീഷ്യനിലുള്ളവരൊക്കെ അവർക്ക് ജസ്റ്റ് റോഡിൽ നിന്ന് ഈ പരിചയമുള്ളത് എല്ലാ VIP ആയിരിക്കും. റോഡിൽ നിന്ന് നിൽക്കുക പോലില്ല അവർ. ഒരുത്ത് വരുമ്പോൾ ഹായ് പറയണമെങ്കിലും അവന് 1000 രൂപ കൊടുത്താൽ ഹായ് പറയണം. അങ്ങനെയുള്ള ആൾക്കാരാണ്. നമുക്കെല്ലാം ഒന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ പൊക്കി പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല. നമ്മളെ മനസ്സാക്കി നമ്മൾ കറക്റ്റായിരിക്കുക, നമ്മളെ കൊണ്ട് 4 നന്നായിരിക്കണം. അതന്നെ എൻ്റെ ലൈഫ്. എനിക്ക് എൻ്റെ ഇത് ഈ കാർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രൈസാണ്. എനിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടമുള്ളത് എൻ്റെ ഉള്ളതിലിപ്പം ബെൻസാണ്. ബെൻസ് രാജ. അത് എനിക്ക് ബെൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫസ്റ്റ് എനിക്ക് സേഫ്റ്റിയാണ്. പോണ സ്പീഡിൽ ഫസ്റ്റ് സേഫ്റ്റിയാണ്. എൻ്റെ വണ്ടി എപ്പോഴും ബെൻസിൽ കയറിയാണ് 220 അങ്ങനെ തന്നെ പോകും എൻ്റെ വണ്ടി. എൻ്റെ വണ്ടിയിൽ ആരും ഇരിക്കില്ല, എൻ്റെ ഫ്രണ്ടിലൊന്നും ഇരിക്കില്ല. അങ്ങനെ ആ രീതിക്ക് ഒരുപാട് വണ്ടിയുണ്ട്. എല്ലാ രീതിയിലും വണ്ടി എനിക്ക് മാക്സിമം ഉള്ളതുണ്ട്. ഇനിയും എടുക്കും. ഏതാണ് ഒരു ഡ്രീം കാർ? ഏതാണ് എനിക്ക് ഡ്രീം കാർ എന്ന് പറയുന്നത്? ഇപ്പം ഡിഫൻഡറാണ്. എന്നാലും ഈ മാസം ലാസ്റ്റിൻ്റെ അകത്ത് എടുക്കും ഡിഫൻഡർ.
അതാണ് ഇപ്പം ഇരിക്കുന്നതിൽ എനിക്ക് ഡിഫറൻറ്റ്. എനിക്ക് കാറിന്റെ ഒരു ഭംഗി കൊണ്ടിട്ടല്ല, എനിക്ക് എൻ്റെ സേഫ്റ്റിയാണ് മുഖ്യം. വണ്ടി കൊണ്ട് ഞാൻ പോണ പോക്കില് ഇടിച്ച നാലിന് പിന്നി പോയത് ആ ഒറ്റ സേഫ്റ്റി. വേറെ മറ്റതുപോലെ ഒന്നും അല്ല. എല്ലാവർക്കും കാർ കളക്ഷൻ നോക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്, അല്ലാതെ സേഫ്റ്റിയാണ് എനിക്ക്. എൻ്റെ വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാ ആഡി ബെൻസ് ഇതേപോലത്തെ വണ്ടികളാണ് എൻ്റെ ഇരിക്കുന്നത്. എൻഡവർ ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയിൽ. എല്ലാം സേഫ്റ്റിയാണ് നോക്കുന്നത്. ഏതൊരു വണ്ടിയിലും പോയാൽ ചിലപ്പോൾ ഒരു 50, 60, 70 മുകളിൽ പോകില്ല, എടുക്കാനും പോകില്ല. മാക്സിമം സിറ്റുവേഷനിൽ ചിലപ്പോൾ എടുത്തു കയറി അങ്ങനെ ആ രീതിക്കാണ് പോകുന്നത്.